ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളിന്ന് വന്നേക്കുന്നത് എപ്പോഴും നമ്മൾ ചെടികൾ കൊണ്ടാണ് അധികം വരുന്നത്. അപ്പോൾ ഇന്നും അതേപോലെ ഒരു ചെടിയുടെ ഗാർഡനിങ് വീഡിയോ ആണ് കേട്ടോ. ഇതാണ്ടോ ഈ ചെടികൾ ഓർമ്മയുണ്ടോ? നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ മെലസ്റ്റോമയുടെ വീഡിയോ ആയിരുന്നു അല്ലേ? മെലസ്റ്റോമ തൈകൾ എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വേര് പിടിച്ച് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ച 2 തൈകളാണിത് കണ്ടോ. അപ്പോൾ ഇവരെ റീപോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ അയക്കാം. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, അപ്പോൾ നമുക്ക് ചെടി നടുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെടിച്ചട്ടികളാണല്ലേ. ഇത് ഏകദേശം ഒരു 7 ഇഞ്ചിൻ്റെ ചെടിച്ചട്ടിയാണ്. ഇത് 6 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 ചെടികളല്ലേ, അപ്പോൾ ഒന്ന് ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഇതിൽ തന്നെ ഇട്ട് വയ്ക്കാം. കാരണം ഇതിൽ ഇച്ചിരി മണ്ണ് കുറവാണ് കണ്ടോ, പകുതിയോളം മണ്ണിട്ടുള്ളൂ. പിന്നെ ഒന്ന് ഇതിൽ കേട്ടോ. അങ്ങനെ നമുക്ക് 2 ഇതിലുമായിട്ട് നടാം. അതിൽ ഹോളൊക്കെ അത് നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കിയതുണ്ട്. ഇവിടെ ഉണ്ട് ഹോളൊക്കെ ഇതുണ്ടോ, ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ട്. ഇട്ടിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ മണ്ണാണ് നമുക്ക് നിറയ്ക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചെടികൾ നമ്മൾ വേര് പിടിച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മെലസ്റ്റോമ കുറച്ച് വേര് പിടിച്ച് കിട്ടാനും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുറച്ച് സെൻസിറ്റീവായ മെലസ്റ്റോമയ്ക്ക് നോർമൽ മണ്ണ് മാത്രം വെച്ചിട്ട് നമ്മളിതിൽ വേര് പൊട്ടാതെ മെല്ലെ ഇതിന്ന് എടുത്തിട്ട് ഈ ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് മണ്ണ് കേട്ടോ, കണ്ടോ, ഒത്തിരി കല്ലും മണ്ണും ഉള്ളതൊന്നുമല്ല കണ്ടോ, നല്ല സോഫ്റ്റ് മണ്ണാണ്. ചെറുതായിട്ടുള്ള ചരലുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് വാർന്ന് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഈ മണ്ണാണ് എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചെടി നടാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ ഒരു ബക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ചെടി പെട്ടെന്ന് നമുക്ക് നടാമല്ലോ, ആ സമയത്ത് പോണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് മണ്ണ് നിറയ്ക്കുക കേട്ടോ. ചെറിയൊരു കപ്പ് എടുത്താണ് ഞാൻ. അപ്പോൾ നമ്മളിതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം തണ്ട ഈ ലൈനിൽ നിന്ന് 1 ഇഞ്ച് താഴെയായിട്ട് നിറച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നടാനുള്ള ചെടി വയ്ക്കാനുള്ള സ്പേസ് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് നിറച്ചു. ഇതുണ്ടോ, ഇതിൻ്റെ കോല് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, കവറ് തട്ടിയിട്ട് ഇതിൽ വെള്ളം നിന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോലൊക്കെ കുത്തി കൊടുത്താണ്. അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല നമ്മൾ ഇന്നലെ വൈകുന്നേരം നനച്ചിട്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. നമുക്കൊന്ന് വെറുതെ ഇവിടെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാം. മണ്ണൊക്കെ ഒന്ന് ഈ സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ തട്ടി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇളക്കമുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മണ്ണായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ആക്കാമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ പോവുക എന്താണെന്നൊന്നും അറിയത്തില്ല. മെല്ലെ കൈയും കൊണ്ട് എടുത്ത് നോക്കാം. കൈ ഇതുണ്ടോ, ഈ 2 ചെടിയുടെ ഇടയിലാണ് ഞാൻ കൈ വെച്ചേക്കുന്നത്. കണ്ടോ, ഈ ചെടിയുടെ ഇലയും കൊണ്ട് കാണുന്നില്ല. കണ്ടോ, ഇതിവിടെ ഒരു കമ്പും ഇവിടെ ഒരു കമ്പും, അത് എൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെ ആട്ടാ കമ്പ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിങ്ങനെ താങ്ങുവാണ് കേട്ടോ. മെല്ലെ എടുക്കണം. ഇത് നനഞ്ഞിരിക്കും കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോണ് താഴെ പോയി. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊരു ഡിസ്റ്റർബൻസ് ആയി. കണ്ടോ, ഇവിടെ ഞാൻ കരി കുറച്ച് വേണ്ട കല്ലൊക്കെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഇട്ടതാട്ടോ. അപ്പോൾ ഇവിടെ വേരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മെലസ്റ്റോമയുടെ വേര് തന്നെ ആയിരിക്കാം, പ്രതീക്ഷിക്കാം. വേറെ ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടോ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചെടിയുള്ളത്. അപ്പോൾ രണ്ടും ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ മണ്ണ് നമുക്ക് ഇതിൽ നിന്ന് വേർപെടി കണ്ടോ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. മൊത്തം സോഫ്റ്റായിട്ടുള്ള മണ്ണാണ്. കാരണം വേര് പിടിപ്പിക്കാൻ ഇച്ചിരി സോഫ്റ്റായ മണ്ണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ കേക്ക് പോലെ വേർപെടുത്തി എടുക്കണം. കണ്ടോ, വേര് ഇതിൻ്റെ ചെറിയ ചെറിയ വേര് കാണുന്നുണ്ടോന്നല്ല, കണ്ടോ സെൻറ്ററിൽ ആ പൊളിഞ്ഞ് വരുന്നവിടെ ചെറിയ ചെറിയ വേരുകളുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ വേരാണ്. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയി. കാരണം ഇതിൻ്റെ പകുതി ഏകദേശം ഇതിൽ നിന്നും ചെറുതായിരുന്നു ഞാൻ നട്ട കമ്പ്. ഈ ചെറിയ പുതിയ
മുളപ്പ് കണ്ടോ, ഇതൊക്കെ പുതിയതായി വന്നതാണ്. പൂവുണ്ടായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത്. ഇതും അതേപോലെ ഈ അധികമായിട്ട് നിൽക്കുന്ന കണ്ടോ, ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇവിടെ ഒരു മുളപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേര് വന്നത് കൊണ്ടാട്ടോ അത് നല്ല ഹെൽത്തി ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇവിടെ സൈഡിലോട്ട് വെക്കുകയാണ് കേട്ടോ. നല്ല വെക്കണം. നമ്മൾ ഇതിൽ മണ്ണ് നിറച്ചതിൽ ഇത് ഇറക്കി വെക്കാൻ പോവാം കേട്ടോ. നമ്മളിങ്ങനെ ഇറക്കി വെച്ച് നോക്കാട്ടോ, നമുക്ക് കറക്റ്റ് പൊസിഷനാണോ എന്ന് നോക്കിയിട്ട്. ഇത്തിരി മണ്ണ് കുറവ് വേണം കേട്ടോ, കാരണം ഇത് ഇത്രത്തോളം മണ്ണ് വരും. ഇത്രയും വേണ്ട, നമുക്ക് ഇത്രയും മണ്ണ് മതിയല്ലോ. പിന്നെ ഇച്ചിരി എക്സ്ട്രാ മണ്ണ് ആഡ് ചെയ്യും വേണമല്ലോ, അപ്പോൾ ഇത്തിരി മണ്ണ് കുറയ്ക്കാം. കണ്ടോ, ഇത് ഇപ്പോൾ കറക്റ്റാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ, ഇങ്ങനെ മെല്ലെ. കാരണം വേര് ഇളകണ്ട എന്നുള്ളതും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാം കേട്ടോ. മണ്ണ് ഈ ചെടിയിൽ അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് ചുറ്റും ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, നമുക്ക് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇത്ര മതി. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ ഈ മണ്ണൊന്ന് ചെറുതായിട്ട് താഴത്തോട്ട് ഇരുന്നോളും. അപ്പോൾ ഒരു ചെടി റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഓൾറെഡി നമ്മൾ ഈ തയ്യ് പിടിപ്പിച്ചെടുത്തില്ലേ, ആ ചട്ടിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈനേജിന് വേണ്ടിയിട്ട് ചരലൊക്കെ ഇട്ടില്ലേ, അതങ്ങനെ തന്നെ തിരിച്ചിടാം. അതൊക്കെ നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. മറ്റേതിൽ അത്യാവശ്യം നല്ല ഡ്രൈനേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കാണ്ടിരുന്നത് കേട്ടോ. കണ്ടോ, അങ്ങനെ ആ ഹോളിൻ്റെ അവിടെയൊക്കെ വെള്ളം പോവുകയും ചെയ്യും. ഈ കരിയൊക്കെയാണ് കേട്ടോ, കരിയൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് ഇതിലും നമ്മൾ വളമൊന്നും ചേർക്കുന്നില്ല, നോർമൽ മണ്ണാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വളം കൊടുത്തിട്ട് ചെടി നശിച്ചു പോകുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഇട്ടതിന് ശേഷം ഇത് നല്ല പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വളം ചെയ്യാമല്ലോ. ഇപ്പം നമ്മൾ ചെടി ഈ പോട്ട് മാറ്റി നടുമ്പോൾ തന്നെ ചെടി അത്യാവശ്യം നല്ല ഗ്രോത്ത് ആവും. കാരണം രണ്ട് ചെടി ഒരു സ്പേസിൽ ഇരുന്നിട്ട് അതിന് വേണ്ട വെള്ളമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും തനിച്ച് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ അത് സൂപ്പറായിട്ട് വളരും, നല്ല ബുഷിയായിട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ ഇത് രണ്ടാമത്തത് ഇതേപോലെ ഇറക്കി വെച്ചു കേട്ടോ. ഇത് നമ്മൾ ഇതിൽ പെർമനൻ്റ് ആയിട്ടുള്ള ചട്ടിയൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം വലുപ്പമായി കഴിയുമ്പോൾ നമ്മൾ വേറെ വലിയ ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ മണ്ണിലോട്ട് കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിന് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയൊരു ചട്ടിയിലോട്ട് രണ്ടെണ്ണത്തിനെ മാറ്റുന്നു എന്നുള്ളൂ കേട്ടോ. ഇച്ചിരി വലിയ ചട്ടി ഉണ്ടെങ്കിൽ മാറ്റി അത്രയും നല്ലതാണ്. നമ്മളിപ്പോൾ ഉള്ള ചട്ടി വെച്ചിട്ട് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇത്തിരി വലുതായി കഴിയുമ്പോൾ ഇത് ആരെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കിത് അയച്ചു കൊടുക്കാനൊക്കെ വലിയ ചട്ടിയിലാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചെറിയ ചട്ടിയാകുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ അയച്ചു കൊടുക്കാം. പക്ഷേ ആരെങ്കിലും വന്നിട്ട് വാങ്ങിയിട്ട് ഇവിടെ തന്നെ വന്ന് വാങ്ങിയിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാനൊക്കെ ഈസി ആയിരിക്കുമല്ലോ. പിന്നെ അവിടെ പോയിട്ട് വേണമെങ്കിൽ മണ്ണിലോ അല്ലെങ്കിൽ വേറെ പോട്ടിലോ മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിലും മണ്ണ് ഫില്ല് ചെയ്തു. നമ്മൾ ആ ഈ ചെടിയും അതിന് ചുറ്റും ഉണ്ടായിരുന്ന നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തൊരു മണ്ണും അതിന് ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് കേട്ടോ രണ്ടും ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുണ്ടായിരുന്ന വിൻകയാണ്. വെയിൽ കൊണ്ട് ചെറിയൊരു ഒരു തളർച്ചയുണ്ട് കേട്ടോ, കാരണം അതിൻ്റെ വേര് പിടിച്ച് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും ഉഷാറായി വന്നോളൂ. ഈ ചെടിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പൂക്കൾക്ക് മാത്രമാണ് ചെറുതായിട്ടുള്ള ഒരു തളർച്ചയൊക്കെ വന്നേക്കുന്നത്. വേണ്ട, ഇവിടെ ഇപ്പോഴും നിഴലിലാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്ന. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഹെൽത്തി ആയി നമുക്ക് തോന്നുന്ന സമയത്താണ് നമ്മളെടുത്ത് വെയിലത്തോട്ട് വെക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലിച്ചിരി വെള്ളം ഇങ്ങനെ തളിച്ചും കൊടുക്കാം കേട്ടോ. ചെടികൾക്കൊരു വേരൊക്കെ മാറിയതല്ലേ. ഇത് ഇതിലുള്ള മണ്ണ് നമ്മൾ നനയ്ക്കാണ്ടല്ലേ കേട്ടോ. അപ്പോൾ ഈ ഫുള്ള് മണ്ണ് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത്തിരിയും കൂടെ വെള്ളം ഒഴിക്കും കേട്ടോ. വേണ്ട, ഫൈനൽ ലുക്ക് കിടുവായിട്ടില്ലേ. നമ്മൾ മാറ്റി നടന്നത് തന്നെ വലിയ ചെടികളെ പോലെ ഉണ്ട് അല്ലേ. എന്താ, അപ്പോൾ അങ്ങനെ നമ്മൾ റീപോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം. നമുക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന കമൻസ് നമ്മളിലോട്ട് എത്തിച്ചാലാണ് നമുക്ക് അടുത്ത വീഡിയോസ് നല്ല സൂപ്പറായിട്ട് മനോഹരമാക്കാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ബൊഗൈൻവില്ലകൾ പൂത്ത് നിൽക്കുന്ന കേട്ടോ, കണ്ടോ, സൂപ്പറായി പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ. ചട്ടിയിൽ ഇടയിലിരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി കാണാത്തത്. ഫുള്ള് പൂവാണ് കണ്ടോ, നല്ല സുന്ദരികളല്ലേ. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ ഇൻഫോർമേറ്റീവായ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന വീഡിയോയുമായിട്ട് എത്തുന്നത് വരയ്ക്കും ബായ്.